ഭാവിയിൽ ലോകം ഭരിക്കാൻ പോകുന്നത് ഡാറ്റയും ചിപ്പുമാണെന്നതിൽ സംശയമില്ല. എന്നാൽ അതിനാവശ്യമായ റയർ എർത്ത് മൂലകങ്ങളുടെ കുത്തകയോ ചൈനയുടെ കയ്യിലും. അങ്ങനെയിരിക്കെ അമേരിക്കയുടെ തലയിൽ ഒരു തന്ത്രം ഉദിച്ചു. ചൈനയെ ഒഴിവാക്കി അപൂർവ ധാതുക്കളുടെയും സെമി കണ്ടക്ടർ ചിപ്പുകളുടെയും നിർമ്മാണ വിതരണ ശൃംഖല അത് കെട്ടിപ്പടുക്കാൻ കൂട്ടിന് ഇന്ത്യയും. എന്താണ് പാക് സിലിക്ക? ചൈനീസ് കുത്തക തകർക്കാനുള്ള തന്ത്രപ്രധാന സഖ്യത്തിൽ ഇന്ത്യയുടെ റോൾ എന്ത്? ആദ്യം പരിഗണിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ കേമത്തം പറഞ്ഞ് അമേരിക്ക കരാറിൽ ഒപ്പുവെപ്പിച്ചത് എന്തിനാകും? ആഗോള മത്സരത്തിലെ ഈ പങ്കാളിത്തം ഇന്ത്യക്ക് എത്രത്തോളം നിർണായകമാണ്? US ജിയോളജിക്കൽ സർവേ പ്രകാരം ചൈനയിൽ പ്രതിവർഷം 2,70,000 ടൺ അപൂർവ ധാതുക്കളുടെ ഉൽപാദനം നടക്കുന്നുവെന്നാണ് കണക്ക്. ടോട്ടൽ ഗ്ലോബൽ മൈനിങ്ങിന്റെ 70% വരും ഇത്. ഇനി അവയുടെ സംസ്കരണത്തിലാകട്ടെ 90% കൈയടക്കി വെച്ചിരിക്കുന്നതും ചൈനയാണ്. മറ്റ് രാജ്യങ്ങൾ ഖനനം നടത്തിയാലും അത് സംസ്കരിക്കാനായി ചൈനയിലേക്ക് അയക്കേണ്ട അവസ്ഥയുമാണ്. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ സർവാധിപത്യം. മാത്രമല്ല, ഈ മൂലകങ്ങളെ തന്ത്രപരമായ സ്വത്തായി കണക്കാക്കുന്ന ചൈന കയറ്റുമതിയിൽ നിയന്ത്രണം കൊണ്ടുവരികയും US-ഉമായുള്ള താരിഫ് ചർച്ചകളിൽ വിലപേശൽ ഉപാധിയായി വരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഉൾപ്പെടെ ചൈനീസ് വിതരണത്തെയാണ് അമേരിക്ക ആശ്രയിക്കുന്നത്. ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ അമേരിക്കയിലെ സുപ്രധാന ഓട്ടോമൊബൈൽ മാനുഫാക്ചററായ ഫോർഡിന് അവരുടെ ഒരു പ്ലാന്റിലെ ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വരെ വന്നു. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ചൈനയുടെ കയറ്റുമതിയെ സാരമായി ആശ്രയിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിൽ ലോകാധിപത്യത്തിന് മത്സരിക്കുന്ന അമേരിക്കയ്ക്ക് ചൈനയുടെ വളർച്ച നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഡാറ്റ മോഷണം, സാങ്കേതിക വിദ്യയുടെ അട്ടിമറി എന്നിവയിലൂടെ ചൈന ദേശീയ സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്നുവെന്ന ആശങ്ക പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുണ്ട്. ചൈനീസ് കമ്പനികൾ നിർമ്മിക്കുന്ന ചിപ്പുകൾ രാജ്യത്തെ വിവരങ്ങൾ ചോർത്തുമെന്നാണ് അവരുടെ പേടി. അങ്ങനെയെങ്കിൽ ചൈനയെ മാറ്റി നിർത്തി സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു വിതരണ ശൃംഖല വേണം. ഇതാണ് പാക് സിലിക്കയുടെ ലക്ഷ്യം. കഴിഞ്ഞ ഡിസംബറിലാണ് പാക് സിലിക്കയ്ക്ക് US രൂപം നൽകിയത്. ചിപ്പ് നിർമ്മാണത്തിനുൾപ്പെടെ ആവശ്യമുള്ള അപൂർവ ഇനം ധാതുക്കളുടെ കൈമാറ്റം, ഊർജ്ജ പങ്കാളിത്തം, സെമി കണ്ടക്ടർ, AI, ലോജിസ്റ്റിക്സ് എന്നീ മേഖലയിലെ സഹകരണം എന്നിവയെല്ലാമാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് പാക് സിലിക്കയുടെ ഉത്ഭവം. ഇംഗ്ലീഷിൽ പാക്സ് എന്നാൽ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിങ്ങനെയാണ് അർത്ഥം. സിലിക്കൺ ഡയോക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ് സിലിക്ക. അതായത് പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സമാധാനവും സമൃദ്ധവുമായ ഒരു വിതരണ ശൃംഖല. സാങ്കേതിക സംവിധാനങ്ങളിലെ വികസനമാണ് പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും ചൈനീസ് ആധിപത്യത്തിന് കൊള്ളിവെക്കലാണ് പാക് സിലിക്ക സഖ്യത്തിന്റെ പരോക്ഷ അജണ്ടയെന്നത് പകൽ പോലെ വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അത്യാധുനിക ആയുധങ്ങൾക്കുമടക്കം ആവശ്യമായ ഹൈ എൻഡ് ചിപ്പുകൾ നിർമ്മിക്കാനുള്ള നൂതന വിദ്യകൾ സഖ്യകക്ഷികൾക്കിടയിൽ മാത്രം പങ്കുവെച്ച് ചൈനയ്ക്ക് അവ ലഭിക്കാതിരിക്കാനുള്ള കർശന നിയന്ത്രണങ്ങളും അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, നെതർലാൻഡ്സ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു സഖ്യത്തിലെ പ്രാഥമിക അംഗങ്ങൾ. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളെ ചേർത്ത് സഖ്യം വിപുലീകരിക്കാനായിരുന്നു തീരുമാനം. ആദ്യഘട്ടത്തിൽ ഇന്ത്യ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. സമീപകാലത്ത് സ്വീകരിച്ച റഷ്യൻ അനുകൂല നിലപാടുകളും കയറ്റുമതി നിയന്ത്രണങ്ങളും ഡാറ്റ കൈമാറ്റ നിയമങ്ങളും ഇന്ത്യയെ ഒഴിവാക്കാൻ കാരണമായെന്ന വിലയിരുത്തലുകളും വന്നു. എന്നാൽ ഇന്ത്യയെ സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് വ്യാപാര തർക്കങ്ങളോ നയതന്ത്ര പ്രശ്നങ്ങളോ കാരണമല്ലെന്നായിരുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഗ്ലോബൽ സിലിക്കൺ സപ്ലൈ ചെയിനിൽ ഇന്ത്യയുടെ സാന്നിധ്യം കുറവാണെന്നും അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ശേഷി ഇല്ലാത്തതുമാണ് ഇന്ത്യയെ പരിഗണിക്കാതിരിക്കാനുള്ള കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്ത്യ ഒരു ഹൈടെക് ഉപയോക്താവാണ്. സഖ്യത്തിൽ സംഭാവന ചെയ്യാനുള്ള ശേഷിയില്ല. സപ്ലൈ ചെയിനിലെ റോളുകൾക്കനുസരിച്ചാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തതെന്നായിരുന്നു US സാമ്പത്തിക കാര്യ അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗ് വ്യക്തമാക്കിയത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന വികസനത്തിൽ ഇന്ത്യ പിന്നിലാണ്. സെമി കണ്ടക്ടർ വികസനത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അത് സംസ്കരിക്കാനുള്ള സംവിധാനം ഇന്ത്യക്ക് ഇല്ലെന്നതും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ ഇന്ത്യയെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചെന്ന സൂചനകൾ പുറത്തുവന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥാനം കണക്കിലെടുത്താണ് നീക്കമെന്നായിരുന്നു ഇതിനു പിന്നാലെ വിലയിരുത്തലുകൾ വന്നത്. ലോക വ്യാപാര ക്രമങ്ങളെ നിശ്ചയിക്കുന്ന സഖ്യത്തിൽ ഇന്ത്യ സുപ്രധാന ശക്തിയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സെമി കണ്ടക്ടർ മേഖലയിലെ മുന്നേറ്റം മുന്നിൽ കണ്ടുള്ള പദ്ധതികളും അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടതും നിർണായകമായി. അങ്ങനെ പാക് സിലിക്ക പ്രഖ്യാപിച്ച് 2 മാസം പിന്നിടുമ്പോഴേക്കും ഇന്ത്യ കൂട്ടായ്മയിൽ അംഗമാവുകയും ചെയ്തു. ഫെബ്രുവരി 20-ന് ഡൽഹിയിലെ AI ഇംപാക്ട് സമ്മിറ്റിനിടെയാണ് ഇന്ത്യ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്.
സിലിക്കയിൽ അംഗമാകുന്നതോടെ ഇന്ത്യക്ക് എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. ഇന്ത്യ ഒരു ആഗോള ചിപ്പ് നിർമ്മാണ ഹബ്ബായി മാറുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാം. ഇത് രാജ്യത്ത് ലാപ്ടോപ്പുകൾ, ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് വില കുറയാൻ കാരണമാകും. കൂട്ടായ്മയിൽ അംഗമാകുന്നതോടെ അസംസ്കൃത വസ്തുക്കൾ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ അംഗരാജ്യങ്ങൾ സഹായിക്കും. റെയർ എർത്ത്, ക്രിട്ടിക്കൽ മിനറലുകൾ എന്നിവയ്ക്കായി ചൈനയെ ആശ്രയിക്കേണ്ടി വരില്ല. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പദ്ധതികളിലും സഖ്യത്തിന്റെ പിന്തുണ ലഭിക്കും. ഭീകരവിരുദ്ധ പോരാട്ടത്തിലും സൈനിക സുരക്ഷയ്ക്കുമടക്കം മുതൽക്കൂട്ടാകുന്ന നൂതന സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് ലഭ്യമാകും. വിദേശ ചിപ്പ് നിർമ്മാണ കമ്പനികൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ഫാക്ടറികൾ തുടങ്ങാനുള്ള സാധ്യതയൊരുക്കുമെന്നാണ് മറ്റൊരു സുപ്രധാന നേട്ടം. ആഭ്യന്തര ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഡിസൈനിലും നൂതന സാങ്കേതിക വിദ്യയിലും കഴിവുകൾ വർദ്ധിപ്പിക്കുകയും മാത്രമല്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇന്ത്യക്ക് സാധിക്കും. നിലവിൽ ഇന്ത്യയിൽ 10 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിച്ചു വരികയാണെന്നും വൈകാതെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിലെത്തുമെന്നും കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ എഞ്ചിനീയർമാർ അത്യാധുനികമായ 2nm ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്ന തിരക്കിലാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം പാക് സിലിക്ക സഖ്യം ഇന്ത്യക്ക് കെണിയാകുമെന്ന വിമർശനങ്ങളും വരുന്നുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങൾ മുൻനിർത്തി AI വിപണിയെ നിയന്ത്രിക്കുക എന്നതാണ് പാക് സിലിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. പാക് സിലിക്കയിൽ അംഗമായതോടെ 90കളിലെ IT വിപ്ലവം പോലെ ഇന്ത്യ വെറുമൊരു സേവനദാതാവായി മാത്രം ഒതുങ്ങിപ്പോകുമോ എന്ന ആശങ്കയാണ് വിദഗ്ധർ പങ്കിടുന്നത്. ഇരുപക്ഷത്തിനും ഗുണകരമാകുന്ന തരത്തിലുള്ള ധാരണകൾ ഉൾപ്പെടുന്നതല്ല പാക് സിലിക്ക കരാർ എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വന്തമായി AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിന് പകരം അമേരിക്കൻ കമ്പനികളുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കേണ്ടി വരും. തദ്ദേശീയമായി AI വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് തടസ്സമാകുമോ എന്നും നിരീക്ഷകർ ഭയപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.